ഈ പൂവിളിയിൽ. അത് പാ എന്ന നോട്ട് അത്ര ക്ലാരിറ്റിയിൽ പാടണ്ട, ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി അവിടെ. ഗരി ഗരി രി 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 പാ ഈ പൂവിളിയിൽ. മോഹനി ഇത്രയും ഭാഗം കോറസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തത് മെയിൽ പാടുമ്പോൾ പൂവിളി സഗ സഗ ഗ പ എന്നാണ്. കോറസ് പാടുമ്പോൾ സഗ സഗ പ പൂവിളി എന്ന് വരും. കൊണ്ടുമോടും പൊന്നും ചിങ്ങത്തിൽ പാപാദരി സസദ, അവിടെ രീ തട്ടുന്നുണ്ട്. പാപാദരി സ ഒരു അന്യസ്വരം പോലെ. പാപാദരി സസദ കൊയ്യാം നാളെ ചെന്ന അത്തം ചിത്തിര ചോദി എന്നാണ്. ആ ചിത്തിര ചോദിയുടെ അവിടെ വ്യത്യാസം വരും. എല്ലാവർക്കും നമസ്കാരം. ഓണാശംസകളോടൊപ്പം സ്നേഹത്തിന്റെ ഒരു പിടി തുമ്പപ്പൂക്കൾ കൂടി സമ്മാനിച്ചുകൊണ്ട് ഏവർക്കും ഗായകപ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഈ ഒരു ഓണക്കാലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം എന്ന് തന്നെ പറയാം, നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്നത് വിഷുക്കണി എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾക്ക് സലിൽ ചൗധരി സാർ ഈണം പകർന്ന് യേശുദാസ് സാർ പാടിയ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ കർണാട്ടിക് നൊട്ടേഷൻസോട് കൂടിയ ട്യൂട്ടോറിയലാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബലജി എന്ന രാഗത്തിൻ്റെ ഒരു റൂട്ടാണ് ഈ പാട്ടിനുള്ളത്, പ്രത്യേകിച്ചും പല്ലവിയിലൊക്കെ. പക്ഷെ അനുപല്ലവിയിൽ ചതുശ്രുതി ഋഷഭവും ശുദ്ധമധ്യമവും അന്യസ്വരങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അതൊന്ന് ശ്രദ്ധിക്കുക. സഗ പധ നി സ സാ നി ധ പ ഗ സ. ബലജി. ഇതിൻ്റെ ടെമ്പോ വരുന്നത് ട്രിപ്പിൾ ടൈമാണ്. ഇതിൻ്റെ ഒറിജിനൽ സ്കെയിൽ ഈ സ്കെയിലാണ്, 3 ഘട്ട ശ്രുതിയാണ്. പക്ഷെ ഞാനിതിവിടെ പാടി അവതരിപ്പിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഡി സ്കെയിൽ 2 ഘട്ടയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുന്നവർക്ക് ഈ ഒരു നൊട്ടേഷൻ ഏത് ശ്രുതിയിലും ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കാം. സാ എന്ന നോട്ടിലാണ് ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി. സഗ സഗ ഗ പ പൂവിളി സഗ സഗ, അത്രയും സ്വരങ്ങൾ ആ ഒരൊറ്റ അക്ഷരത്തിൽ വരും. പൂവിളി സഗ സഗ ഗ പ ദാനി സാനി ദ പ പൂവിളി പൊന്നോണമായി ഗ സാനി ദ പ ധനി സാ. നീ വരൂ സഗ സഗ ഗ പ നീ വരൂ ധനി സാനി ദ പ പൊന്നോണ തുമ്പി ഗ സാനി ദ പ ധനി സാ. ഇവിടെ ആദ്യത്തെ വരിയിൽ പൂവിളി ധനി സാനി ദ പ എന്നാണെങ്കിൽ രണ്ടാമത്തെ വരി നീ വരൂ ധനി സാനി ദ പ എന്നാണ്. ധായിലുള്ള ദീർഘം നമ്മൾ അടുത്ത വരിയിൽ വരുമ്പോൾ സായിലേക്കാണ് മാറ്റുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത വരി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ ഗരി ഗരി രി 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 പാ ഈ പൂവിളിയിൽ. അത് പാ എന്ന നോട്ട് അത്ര ക്ലാരിറ്റിയിൽ പാടണ്ട, ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി അവിടെ. ഗരി ഗരി രി 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 പാ ഈ പൂവിളിയിൽ മോഹൻ പൊന്നിൻ മുത്തായി മാറ്റും ഗ പാ പ പാ ദ പ ഗ സ പൂവയലിൽ ഗരി രി രി രി. അവിടെ പായിലേക്ക് മാറുന്നില്ല. ലീ രീ അവിടെ തന്നെ നിൽക്കുകയാണ്. ഗരി രി 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 പൂവയലിൽ നീ വരൂ ഗ പാ പ പാ ഭാഗം വാങ്ങാൻ ദ പ ഗ സ. ഇനി ഇത്രയും ഭാഗം കോറസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തത് മെയിൽ പാടുമ്പോൾ പൂവിളി സഗ സഗ ഗ പ എന്നാണ്. കോറസ് പാടുമ്പോൾ സഗ സഗ പ പൂവിളി എന്ന് വരും. അതേപോലെ അടുത്ത വരിയിലെ രണ്ടാമത്തെ നീ വരും. നീ നീ വരൂ എന്നാണ് കോറസ് പാടുന്നത്. ധനി സാനി ദ പ. മേല് പാടിയിരുന്നത് നീ വരൂ ധനി സാനി ദ പ. ഈ 2 വ്യത്യാസങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
അതേപോലെ അടുത്ത വരികളിലും ഈ പൂവിളിയിൽ രി പാ, അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കോറസ് പാടുന്നുണ്ട്. മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ എന്നാണ് പാടുന്നത്. പൂവയലിൽ എന്നാണ് മേൽ ആദ്യം പാടിയതെങ്കിൽ ഗരീരിരി, അതിന് പകരം ഗരീരിരി പാ പൂവയലിൽ എന്ന് വരും. നീ വരൂ ഭാഗം വാങ്ങാൻ, നീ വരൂ ഗ പ പ പ പ ത പ ഗ സ. പിന്നീട് മേൽ ആ രണ്ട് വരി പൂവിളി പൂവിളി എന്നുള്ള രണ്ട് വരി പാടിയിട്ടാണ് പല്ലവി അവസാനിപ്പിക്കുന്നത്. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് പാ എന്ന നോട്ടിലാണ്. സാ പാ പൂ കൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ട് മൂടും പാദ സസാനിതപ്പ, പൂ കൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പാപദരി സസദ, അവിടെ രീ തട്ടുന്നുണ്ട്. പാപദരി സ, ഒരു അന്യസ്വരം പോലെ. പാപദരി സസദ പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും രീ സ സ സ രീ ധ ധ മ, രീ സ സ സ രീ ധ ധ ധ മ. ചെമ്പാവിൻ പാടം നാപദ പ പ പ ഗ, നാപദ ജസ്റ്റ് തട്ടിപ്പോയാൽ മതി. മാപദ പ പ പ ഗ ചെമ്പാവിൻ പാടം. ഇത് കോറസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു വ്യത്യാസമുള്ളത്, പൂ കൊണ്ട് മൂടും, ആ മൂഡ് അവിടെ. പൂ കൊണ്ട് പാദ സസാരി സഹിതപ്പ, പൂ കൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചിന്നാലത്തം ചിത്തിര ചോദി, പദ പദ സമ മ പ മ പദ രി രി ഗ രി ഗ പ മ ഗ ഗ പ ഗ പ എന്ന് വരും. പദ പദ സമ ഇന്നേ കൊയ്യാം എന്ന് വരുന്നുണ്ട്. ഇന്നേ കൊയ്യാം എന്നല്ല, ഇന്നേ കൊയ്യാം നാളെ ചെന്നാം അത്തം ചിത്തിര ചോദി ദീ ഗപ ഗപ എന്ന് വരും. ഇനി അങ്ങനെ വായിക്കാൻ ഇൻസ്ട്രുമെന്റ്സിലാണ് പറയുന്നത്, പാടാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഇൻസ്ട്രുമെന്റ്സിൽ അങ്ങനെ വായിക്കാൻ ബിഗിനേഴ്സ് ഒക്കെ ആണ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പദ പദ സ മ പ മ പദ രി ഗ രി ഗ പ മ ഗ പ എന്ന് വായിച്ചാലും മതി. പക്ഷെ പാട്ടിനോട് കുറച്ചും കൂടെ ചേർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തന്നെ വായിച്ചാലേ മതിയാവുള്ളൂ. ഇത് കോറസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി എന്നാണ്. ആ ചിത്തിര ചോദിയുടെ അവിടെ വ്യത്യാസം വരും. പദ പദ സമ മ പ മ പദ രി രി ഗ രി ഗ മ ഗ ഗ ഗ രി സ ചിത്തിര ചോദി. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. പിന്നീട് വരുന്ന വരികളുടെ ട്യൂണ് നമ്മുടെ പൂവിളിയുടെ അതേ ട്യൂണിൻ്റെ റിപ്പീറ്റാണ് വരുന്നത്. അപ്പോൾ അതേ നൊട്ടേഷൻസ് തന്നെ ഉപയോഗിക്കാം. ചരണത്തിലും അതെ, അനുപല്ലവിയുടെ അതേ ട്യൂൺ തന്നെയാണ് ചരണത്തിലും. അപ്പോൾ അനുപല്ലവിയുടെ നൊട്ടേഷൻസ് തന്നെ നമുക്കതിന് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.